എല്ലാരും ഒരുപോലെ ആവില്ല. എല്ലാരും ഒരുപോലെ ആവില്ലല്ലോ. എല്ലാരും ആവൂല. അമ്മയ്ക്ക് അറിയാമോ ഫോണില് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെന്ന് അറിയാമോ? അതൊക്കെ ഏതോ നേരം അത് തന്നെ. എല്ലാ സമയം ഫോണിലാണ് എപ്പോഴും. ആളുകളൊക്കെ പറയോ ഫോണില് മോനെ കണ്ടു എന്നൊക്കെ പറയോ? അതൊക്കെ പറയും. ആരും എത്തുണ്ടെങ്കിലും എന്നോട് വന്ന് പറയും. അപ്പൊ കുറച്ചൊരു അഭിമാനമൊക്കെ തോന്നും നമുക്ക്. തോന്നില്ല, എനിക്ക് ഇപ്പോഴും ഇറങ്ങാറല്ലേ. അതെന്ത് പറ്റി അങ്ങനെ? ഇങ്ങനെ പോവല്ലോ. അല്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്ന പിന്നെ ഓനോട് പറയും, അമ്മ എന്നെ പറ്റി ഒന്നും എന്നെ കാട്ടി തീരെ നടക്കാത്ത എത്ര ആൾക്കാരുടെ കൊണ്ടുപോയിട്ട് അങ്ങാടി കൂടെ വഴിഞ്ഞ് നടക്കണ പറയും. ഞങ്ങൾ രണ്ടാളും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്കും അതിനെ പറ്റി ഇറങ്ങാറാണ് ഏത് നേരവും മനസ്സിൽ. പിന്നെ എല്ലാവരും ഉണ്ടാകുമ്പോൾ അത്ര ഇതില്ല. എല്ലാവരും മൂത്തത് ഓനാണ്. അമ്മയെ ആശ്വസിപ്പിക്കോ? പറയോ? കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കോ? ദൈവം തന്നാണ്. രണ്ട് കൈ നീട്ടി ജീവിക്കാം. അത് പറയോ? ദൈവം തന്നതേ രണ്ട് കൈയും കിട്ടി നമ്മൾ സ്വീകരിക്കാ പറയും. അങ്ങനെയാണ് പറഞ്ഞ അമ്മയും ആശ്വസിപ്പിക്കണത്. അങ്ങനെ പറയും എന്നോട്. എല്ലാരും ഒരുപോലെ ആവില്ല. എല്ലാരും ഒരുപോലെ ആവില്ലല്ലോ. എല്ലാരും ആവൂല. അതെനിക്ക് മനസ്സിലായി. ഓനെ എല്ലാവർക്കും നല്ല കാര്യമായി. ഏത് മുതലാളിമാരും ഓനായിട്ട് നല്ല ഇതാണ്. കടകളിലും വീട്ടിലും ഉണ്ട്. റോട്ടിൽ നിന്നൊക്കെ എല്ലാരും ഓനിക്ക് ചെങ്ങൈമാരാണ്. അങ്ങനത്തെ ഒരു കൂട്ടുകെട്ടാ ഓന്. എല്ലാരും അറിയും ചെയ്യും. ഇവനെ എവിടെ പോയാലും എല്ലാരും അറിയും. അമ്മ കൂടെ പോകുമ്പോഴും മോനെ തിരിച്ചറിയുന്നുണ്ട്. എന്നിട്ട് ആൾക്കാർ വന്ന് വർത്താനം പറയും അല്ലേ? ഞങ്ങളൊരു ദിവസം വയനാട് പോയിട്ട് അവിടെ നിന്നും കൂടി ഒരു പെണ്ണ് കൊറേ വർത്താനം പറഞ്ഞു രണ്ടാളും മൊബൈലിലൂടെ കണ്ടതാണ്. എന്തോ ഒരു പേരുണ്ടായിരുന്നു അതിന്. ആണോ? കൊറേ നേരം സംസാരിച്ചു അല്ലേ? കൊറേ നേരം. അപ്പൊ അമ്മ മാറ്റി നിർത്തിയാ? മാറ്റിയിട്ടില്ല. ഞങ്ങൾ ഒന്നായിട്ട് പോയതായിരുന്നു. മക്കളും മരുമക്കളും എല്ലാരും കൂടി പോയതാണ്. അപ്പൊ അവിടെ നിന്ന് ഞങ്ങളൊക്കെ മാറി നിന്ന് പോലും പറഞ്ഞു. അമ്മ പറയുന്ന മനസ്സിലായി. ഒരു പെൺകുട്ടി ഇങ്ങനെ അടുത്ത് വന്ന് സംസാരിക്കുകയും അപ്പോഴത്തേക്ക് ഇവർക്ക് എല്ലാവർക്കും അത് അത്ഭുതമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാം, ഇൻസ്റ്റയിൽ ഇങ്ങനെയുള്ള ഫോളോവേഴ്സ് ഉണ്ടാവുന്നവർക്ക് ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരാധന ഉണ്ടാവുന്നവർ എന്തായാലും ആരാധനയോടുകൂടി അന്ന് അടുത്ത് വന്ന് സംസാരിക്കും. തന്നെ ഞാൻ അന്ന് പിന്നീട് മാറി നിന്നു. മാറിയല്ല, ഞങ്ങൾ കുറെ മുന്നോട്ട് നിന്ന്. പിന്നെ ഓൻ വന്ന് പറഞ്ഞു, ഇവന്റെ അന്യം വന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു ആളുണ്ട് അമ്മ, ഒരു പെണ്ണും അതിന്റെ ഭർത്താവും ഉണ്ട്. ഇങ്ങനെ ഇത് കണ്ട എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അങ്ങനെ പോകുന്നു.